കുഴിച്ചെടുത്ത സംഭവമാണ്. ഇതാണ് ഇപ്പോൾ കിണർ. കണ്ടോ കണേ, ഇത് ഒരു ടാങ്ക് അതിൻ്റെ മുകളിൽ വെച്ച്, അത് കിണർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 മീറ്റർ താഴ്ചയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു കുഴി. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുറഞ്ഞ താഴ്ചയിൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. മുത്തുമണികളെ മലപ്പുറം ചങ്ങായിയാണ് ഞാൻ ഇന്നുള്ളത്. കണ്ണൂർ ജില്ലയിൽ 7ാം പഞ്ചായത്തിൽ 7ാം വാർഡിലുള്ളത്. ഇവിടെ ഒരു സുഹ്റാത്ത ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സൈനാത്താൻ്റെ ഒരു വീഡിയോ ഇട്ട്, ആ വീഡിയോ കണ്ടിട്ട് സൈനാത്താക്ക് സഹായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ മോനെ കയ്യിലൊന്നുമില്ല, ഞാൻ വളരെ പ്രയാസം അനുഭവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അന്ന് വിളിച്ചതാണ്. എന്നെങ്കിലും മോനക്ക് ഇവിടെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് വന്നിട്ട് എൻ്റെ സങ്കടങ്ങളൊന്നും ആളുകളോട് പറയണം. എനിക്കുള്ള ബുദ്ധിമുട്ട് കിണറില്ല, വെള്ളം കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുകയാണ്, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരു മോനുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ജീവിക്കാൻ വളരെ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് താത്താൻ്റെ അടുത്ത് വരാമെന്ന് ഞാൻ അന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ താത്താൻ്റെ വിശേഷങ്ങൾ താത്താനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മുത്തുമണികളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ 7ാം പഞ്ചായത്തിൽ 7ാം വാർഡിലാത്ത 7ാം വാർഡല്ലേ 7ാം വാർഡിൽ സുഹ്റാത്താൻ്റെ വീട്ടിലാണുള്ളത്. സുഹ്റാത്താക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുഹ്റാത്താനോട് നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം. എന്താണ് സുഹ്റാത്ത കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? എനിക്ക് പ്രശ്നം മോനെ, ഒരു വീടെടുക്കുമ്പോൾ ഒരു 6 വീണ് വാങ്ങിയിട്ട് അക്കടവുണ്ട്. പിന്നെ ഓരോ വ്യക്തികൾക്ക് 40,000 20,000 കൊടുക്കാണ്ട്. അതിലുപരി എനിക്ക് കിണറില്ല. കിണർ ആ പകുതിയോളം കുഴിച്ചിന് മുട്ടത്തിലൊരു ടീം തന്നിട്ടാണ്. ഇപ്പോൾ അത് പിന്നെ ഇപ്പം 2 കോലും കൂടി എന്നും കുയ്യും 5-8 റിങ്ങും വേണം എന്നും. അതുകൊണ്ട് എനിക്ക് യാതൊരു വഴിയില്ല മോനെ. അത് ഇപ്പം റോഡ് സൈഡിന് ഇതേ കിണർ വെച്ചിട്ട് 72 പറഞ്ഞത്. ഇവിടെ പിന്നെ റോഡില്ലാതെ പ്രശ്നം കൊണ്ട് പിന്നെ 1.5 ലക്ഷം റുപ്യ വേണ്ടി വരും. എനിക്ക് യാതൊരു വഴിയില്ല മോനെ. എനിക്ക് പണ്ടി എൻ്റെ മോനെ പ്രസവിച്ച സമയത്ത് പിന്നെ നരമ്പിന് പിന്നെ റാന്ന് എഴുതിയ പോലെ ആയിന്. എന്നിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയാലും പറഞ്ഞ് പിന്നെ ഓപ്പറേഷത്തിൽ റെസ്റ്റിലായിട്ട് ഇവിടുന്ന് കൊട്ടുകൊട്ടിയിട്ട് നരമ്പിനെ വീണിട്ട് നരമ്പ് ചതഞ്ഞു പോയിട്ടാണ്. അതിന് ശേഷം ഒരു ഗുളിക വന്നിട്ട് ഇങ്ങനെ തടിയും കൂടിയത്. ആ ഗുളിക വന്നാൽ തടിക്കൊന്നും പറഞ്ഞു. എത്ര മക്കളുള്ളത്? ഒറ്റ മോന്. മോനിങ്ങനെ ഒരു പീടിയിൽ ഇപ്പം നിൽക്കുന്നു. ഓൻ കല്യാണം കഴിച്ചതാണ്. പിന്നെ ഇങ്ങനെയെല്ലാം ഓനെക്കൊണ്ട് അനക്കന്നെ മാസത്തിൽ 2-3 റുപ്യ ഗുളിക വേണം. എനിക്കിങ്ങനെ ഒരുപാട് പണിയെടുക്കാനൊന്നും കഴിയില്ല. എൻ്റെ അയലൊക്കെ കയറ്റി തന്നെ കളിയാക്കലാണ്. ആ, എത്ര വർഷം? 2.5 വർഷം പിന്നെ റഫീലുണ്ടായിന്, 2.5 വർഷം റിയാദിലുണ്ടായിന്. കഴിഞ്ഞാൽ അബുദാബി പോയിന്, പണിക്കന്നെ കൂട്ടിയിട്ട് പോയിട്ട്. അങ്ങനെ നമുക്കൊരു മുന്നേറ്റം കിട്ടിയിട്ടില്ല. ഇല്ല. എനിക്കിപ്പോ പിന്നെ ജീവിതമാർഗം എങ്ങനെ പോണതമ്മോ? ഇങ്ങനെ അടങ്ങി പോയിട്ട് ഇപ്പുറത്തൊന്ന് പറയുന്നത് ഇറക്കുന്ന നീ ഇതാക്കുന്ന തന്നെ ഇറക്കാണ്ട് എനിക്ക് ആവൂല. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് അറിയുന്നിടത്തും അറിയാതെടുത്ത് ഞാൻ കല്യാണം ആയിക്കൊടുത്തതിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ചോദിച്ചിട്ട് ഇതായിട്ടും പോയിട്ട് തന്നെയാണ് കഴിയുന്നത്. കല്യാണത്തിൻ്റെ ഇത് നടക്കുന്നില്ല. ബ്യൂറോന്റെ ഇത് നടക്കുന്നില്ല. കാരണം പരിപാടി ഉണ്ടായിന് കൃപ മാട്രിമോണി നടത്തിയിട്ട്. അതിപ്പോൾ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ പാട് പൈസ വേണം, പത്രത്തിൽ കൊടുക്കാൻ, പരസ്യം കൊടുക്കാൻ പൈസ വേണം. ഞാൻ പിന്നെ പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ പെണ്ണുണ്ടായൊക്കെ ഉണ്ടാകുന്നിട്ട് ആക്കുമ്പോൾ അങ്ങനെ അഡ്രസ്സ് കൊടുത്താൽ അവരുള്ളിട്ട് ആക്കിയിട്ട് എനിക്ക് പൈസ കിട്ടൂല. ഇങ്ങനത്തെ എല്ലാം ഇത്. പിന്നെ ആ വിധവ പെൻഷനിൽ നിന്ന് എനക്ക് പിന്നെ ഇങ്ങനെയെല്ലാം ആരെങ്കിലും എളുപ്പ മലയാളികൾ ഒഴിവാക്കിയതാണ്, മാനസികരോഗമായിട്ട് ഒഴിവാക്കിയതാണ്. അതിന് ശേഷം ഞാൻ വീട്ടിലെ ഒരുപാട് പ്രശ്നം കൊണ്ട് എന്തെല്ലോ ഇതായി. പിന്നെ അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടായിന്. പക്ഷെ അന്ന് ഞാൻ മനസ്സാവാതെ അറിയാത്തയാന്ന് ഒന്നും ഇല്ലതല്ല തേച്ചും വീട്ടുകാർ പറയുന്നേ. ഇവിടെ വന്നിട്ട് ഈ മൂലക്ക് വന്നിട്ട് ഞാൻ 11 കൊല്ലമായി. ഇവിടുത്തെ മെമ്പർ എല്ലാവരോട് ചോദിച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ ഇതിൽ ആ താത്താരെ കഥ കേട്ടിട്ട് നിങ്ങൾ വിളിച്ചല്ലേ, ഞാൻ താത്താക്ക് ഒരു 500 റുപ്യ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കൊടുക്കാൻ കൂടി വഴിയില്ല. ഞാൻ വിളിച്ചിരുന്ന് പറഞ്ഞാൽ ഓരോ സങ്കടം കണ്ടിട്ട് ഓരോ കിറ്റാരോട്ടും അതുകൊണ്ട് സഹായിക്കാൻ മനസ്സുള്ള ആളുകൾക്ക് മനസ്സുള്ള ആളുകൾക്ക് പൈസ അല്ല. അതാണ് സത്യം. ഒരുപാട് ആളുകൾ നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മളെ വിളിച്ചിരുന്നു. ഇങ്ങനെയെല്ലാം ഇപ്പൊ നമ്മളെ വീടിന്റെ സ്ഥിതി, വീട് എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ കയറ്റിയതാണോ വീട്?
വീട് ഞാൻ തന്നെ എനിക്ക് ലീഗാർ 2 ലക്ഷം ഉറുപ്പ്യ അങ്ങനെ ഞാൻ തന്നെ പാർട്ടിക്കാർ തന്നു. പാർട്ടിക്കാരല്ല ലീഗാർ. പാർട്ടിക്കാർ എല്ലാ സഹസാരനും ഉണ്ടായിന്. കാരണം അവരെ കൊണ്ടാണ് കടത്തുകൂലി ഒഴിവാക്കി തന്നിന്. മണ്ണ് ഇതിലെ കൂടെ വണ്ടി എത്തിച്ചിട്ട് മണ്ണ് ഇടിയിപ്പിക്കും. നല്ല പരിസരവാസികളും നല്ല നാട്ടുകാരും നല്ല പാർട്ടിക്കാരും എല്ലാരും സഹായിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും സഹായിക്കുന്നു. പിന്നെ ഇവിടെ വെള്ളം കയറിയ സമയത്ത് ഒരു കിറ്റ് എനിക്ക് കിട്ടാണ്ട് അത് അറിയിക്കണം. എന്താന്ന് വെച്ചാൽ കിറ്റ് എല്ലാവർക്കും കിറ്റും 10,000 റുപ്യയും കൊടുത്തിന്. എല്ലാവരും പോയിട്ട് വെള്ളം കയറിയാൽ ഞാൻ അന്നേരം ഉമ്മാരെടുത്താണ്ടായിന്. എല്ലാവരും പോയിട്ട് പഞ്ചായത്ത് ആള് വീതം എഴുതി കൊടുത്ത്. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ അവർ പറഞ്ഞ കൂടാണ്ട് അന്നേരം ഞാൻ ഇവിടെ വന്നാതിക്കത്രേ വന്നിട്ട് 3-4 കൊല്ലം അത്രേ. എന്നിട്ട് പള്ളിക്കാരെ ധാരണ എന്തോ ഒരു പള്ളിയിൽ നിന്ന് കൊടുത്താന്ന് മൂലയിലെ പള്ളിയിൽ നിന്ന്. അപ്പോൾ പള്ളിക്കാരെ ധാരണ ഇവളെ പേര് പാർട്ടിക്കാർ കൊടുത്തിട്ടില്ലല്ല, അവർക്കെന്തോ തെറ്റിദ്ധാരണ വന്ന്. അപ്പോൾ പാർട്ടി അന്നേരം പ്രസിദ്ധീകരിച്ചാന്ന് മെമ്പർ ഓർക്ക് തന്നെ പെട്ടെന്ന് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ ആ തെറ്റിദ്ധാരണ വന്നിട്ട് അവർ കിറ്റ് എനിക്ക് തരാണ്ടെന്ന്. പിന്നെ മൂലയിലെ പള്ളിക്കാർ. അപ്പോൾ പാർട്ടിക്കാരന് ഇവളെ തന്നിട്ടില്ല. പാർട്ടിക്കാർ അന്നും ഇന്നും എൻ്റെ മോനിക്ക് കൊറോണ ആയ സമയത്തെല്ലാം ഇഷ്ടം പോലെ സാധനം കൊണ്ട് തരും. നല്ല ഇത് സഹകരണമാണ്. ഇപ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കും. ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാല് പിന്നെ മറ്റുള്ള ആളുകൾ സഹായിച്ചിട്ട് തന്നെയാണ് മോന്റെ ഒരു അർത്ഥം മോനെ എല്ലാവർക്കും അറിയാം. പിന്നെ മോനെ ഞാൻ പോറ്റുന്നില്ല ഒരിതുണ്ട്, ഒരിക്കലും ഇല്ല. മോന്റെ വീടും നോക്കി മോനിക്ക് ഞാൻ കൊടുക്കയില്ല. മോനെ എനിക്കൊരു കറണ്ടിന്റെ ബില്ല് അടിച്ചു തരും. അത്രയും മോന് സ്മാർട്ടില്ലേ മോനെ. അത്രയും മോനെ അറിയാലോ. നിന്നിട്ട് ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് ആ വിധവ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഗുളിക വാങ്ങുന്നത്. ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഞാൻ കാണിക്കല്. ആ ഡോക്ടറെ അല്ലാണ്ട് കാണിച്ചാൽ എനിക്ക് വേറെ ഡോക്ടർ ശരിയാകുന്നില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് ഗുളിക വന്നിട്ട് ഒരു ഗുളിക വന്നിട്ട് 8-9 ഗുളിക വന്നിട്ട് ക്ഷീണവും ഇതെല്ലാം ആയിട്ട് പിന്നെ ആ ഡോക്ടർ പറഞ്ഞ് നന്ന വിഷമം ഉണ്ടാകുമ്പോൾ പറഞ്ഞു. ആ ഡോക്ടർക്കും കടയിലാണ്, ജോസ് ആന്റണി എന്ന് പറഞ്ഞ ഡോക്ടറാണ്. എന്നിട്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് നല്ലവരാണ്. പിന്നെ നല്ലവരായ നാട്ടുകാരോട് എനിക്ക് പറയാനില്ല. ഞാൻ വെറുതെ ഇറക്കാൻ വരും ഇതായും ചെയ്യുന്നതല്ല. എനിക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ട്. വെള്ളവും ഇല്ലായിട്ട് ഞാൻ 2-3 ദിവസം കടന്നെടുത്ത് നനയിച്ചില്ല. ഇവർക്ക് അയൽവക്കാരെല്ലാം പൈപ്പിട്ടിട്ടാണ് എനിക്ക് വെള്ളം തന്നിന്. പിന്നെ ഈ തൊട്ടടുത്തൊന്നും കിണറില്ല, ദൂരത്തുനിന്ന് പൈപ്പിട്ടിട്ട് എനിക്ക് വെള്ളം തന്ന്. നല്ല നാട്ടുകാരും നല്ല ഈ മൂലക്ക് വന്നിട്ട് ഒരു ഇതും ഇല്ല നാട്ടുകാർക്കുണ്ട്. എനിക്ക് സഹായിക്കണം. എനിക്ക് കിണറും കുഴിച്ചതിന് എനിക്ക് കുറച്ച് കടവുണ്ട്. അത് വീട്ടിൽ പഠിച്ചാൽ തീർന്ന ആയുസ്സും ആരോഗ്യവും മനസ്സും നല്ല മനസ്സിലവർക്ക് ആരോഗ്യ ആഫ്യത്തും മുതലും കൊടുത്തിട്ട് എനിക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് സഹായിക്കണം. വീഡിയോ ഉണ്ടായെങ്കിലൊക്കെ എന്തെങ്കിലും പിന്നെ ചെയ്തു തന്നോളും ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് പോയിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു അപ്പം ചുടാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ടേ തപ്പയിലാണ്ട് ഇപ്പോഴത്തെ അപ്പം അറിയില്ല. പിന്നെ എന്തൊക്കെ മറ്റേ എങ്ങനെ നമ്മൾ ഈ എണ്ണക്കടികളാണോ? എണ്ണക്കടികള് അല്ലേ? പിന്നെ അവർക്ക് റൂമും സൗകര്യം ഇതൊന്നും ഇല്ല. പിന്നെ അവിടെ നിർത്താം. നല്ലൊരു പിന്നെ ചാൻസ് കിട്ടിയാലെങ്കില് ഗൾഫ് മലയാളികള് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ പാസ്പോർട്ടിൽ വയസ്സില്ല പോലെയല്ല. എനിക്ക് യഥാർത്ഥത്തിൽ 50 വയസ്സാകുന്നത്രേ. എന്നിട്ട് പാസ്പോർട്ടിൽ ഒരുപാട് വയസ്സായതുകൊണ്ട് ഇങ്ങനെ പുറത്തില്ല അയച്ച് ഇതാക്കാൻ. പിന്നെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് നിൽക്കാൻ തയ്യാറാണ്. അതായത് പിന്നെ ഞാൻ എൻ്റെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. താത്താക്ക് ഇപ്പോൾ 50 വയസ്സായിരിക്കണം. പക്ഷെ താത്ത ഇപ്പോഴും ദുബായിലോ അങ്ങനെയൊക്കെ പിന്നെ ഒരു ഇതേപോലത്തെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ണൂർ ഭാഗത്തുള്ള കടികളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ പറ്റുന്ന ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് പണിയെടുക്കാൻ തയ്യാറാണ് കേട്ടോ. അത് ഒരു വലിയൊരു മനസ്സാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രായത്തിലും മുപ്പത്തേര് തയ്യാറാണ്. കാരണം ജീവിക്കാൻ വേണ്ടിങ്ങാണ്ട് ഗൾഫ് പോയിങ്ങാണ്ട് അധ്വാനിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് അല്ലേ? നാട്ടിലും പണിയെടുക്കും. 2 മണിക്കൂർ കൊണ്ട് നല്ല വൃത്തിയാക്കിയിട്ട് എനിക്ക് പ്രസന്റേഷനും കൂടി തന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ഈ ചൂടിന് പുറത്തിറങ്ങാൻ ഈ 1 മാസം പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ട് അതിന് കണക്കായിട്ട് ടെൻഷൻ വിഷമവും ഇതുമെല്ലാമാണ്. ഒരു ഒന്നിനും പൈസ ഇതൊന്നുമില്ല. ഇതാണ് സൂറാത്താൻ്റെ വീട്. സൂറാത്താൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ പ്രവാസിയൊക്കെ ആയി പോയിങ്ങാണ്ട് ഉള്ള കുറച്ച് പണ്ടൊക്കെ പിന്നെ കൊടുത്തുങ്ങാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുങ്ങാണ്ട് തറ ഇതൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ
പാർട്ടി ലീഗുകാർ കയറ്റി കൊടുത്ത വീട്. ലീഗുകാർ പിന്നെ വീടിന് 2 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അങ്ങനെ വീട് താൽക്കാലികമായിട്ടുള്ള വീടായിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പിന്നെ വീട് തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ജീവിക്കാനാണ് കുറച്ച് പ്രയാസമുള്ളത്. 2 റൂമിലൊരു വീടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഒരു മോനാണുള്ളത്, മോനൊരു കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓന് വലിയൊരു ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഓന് ചെറിയ പൈസ കിട്ടുള്ളൂ. ഓനൊരു മോനും പിന്നെ അതുപോലെ തന്നെ ഭാര്യയുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറില്ല, കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉള്ളൊരു കിണർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിണറെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അവരൊരു പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടിയപ്പോൾ കുഴിച്ചെടുത്ത സംഭവമാണ്. ഇതാണ് ഇപ്പോൾ കിണർ, കണ്ടോ പണി. ഇത് ഒരു ടാങ്ക് അതിൻ്റെ മുകളിൽ വെച്ച്, അത് കിണർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 മീറ്റർ താഴ്ചയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴി. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുറഞ്ഞ പിന്നെ താഴ്ചയിൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഒരു 5-6 റിങ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും താത്താക്ക് വെള്ളത്തിനാണ് ഒരു കുടിവെള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ കൊണ്ടെങ്കിലൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്കരായിട്ടുള്ള ആളുകൾ ഒന്ന് സഹായിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സമ്പന്നരും അതുപോലെ തന്നെ പൈസ ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്ത് ഇതുപോലെ ആളുകൾ നമ്മളെ മുന്നിൽ വരണം എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണല്ലോ അങ്ങനെ ഒരു വീഡിയോയിലൊക്കെ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കണം. സാത്താൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതേമാതിരി അക്കൗണ്ട് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താത്താനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്തു കൊടുക്കുക. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആരെക്കൊണ്ടെങ്കിലൊക്കെ ഇനി ചെറുതാവട്ടെ വലുതാവട്ടെ ചെറിയ സംഖ്യകളൊക്കെ കൊടുത്തുകൊണ്ടിങ്ങനെ നമ്മൾ ഈ താത്താനെ ഒന്ന് സഹായിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരുടെയും സ്നേഹം മാത്രം.